ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ നിനക്കൊരാ വണ്ടി കൊണ്ടുവന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതെ പുള്ളി ഇവിടുത്തുകാരനൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാടല്ലേ. ആശാനെ നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളി. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ ഇച്ചിരി വട്ടുണ്ടാ. സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണയെ പറ്റ കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ ആശാനെ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. ആശാനെ ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരെങ്കിൽ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശാൻ പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മറ്റടുത്ത കല്യാണം എന്താ സുരേ? എന്താണോ ഈ സുനി പറയുന്നത് കേട്ടിട്ട് പച്ചമുളക് എടുത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നി ചേട്ടാ, ഈ പച്ചക്കറി കൊണ്ടൊന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്? അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരം പോലും ആരുമില്ല. കയ്യാനം നിരത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ ജയൻ ചേട്ടാ. ചേട്ടൻ വിചാരിച്ച പോലെയല്ല, അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ ഈ തക്കാളിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒരിക്കലും മണം തോന്നല്ലോ. കേട്ടില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ലേ. അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ ആൾക്കാരെ വിളിച്ചു പോവാ. നശിപ്പിക്കൽ. ചേട്ടാ എങ്ങനെയാണ് ഇവിടെ വെച്ചാൽ മതിയാ? എങ്ങനെയും കുറച്ച് ബ്രെഡും ചിക്കനും സംഘടിപ്പിക്കണേ. ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പൊന്നുവനെ മറക്കല്ലേ. അങ്ങാരി വീടെടുത്ത് തിരിച്ചു വെക്കുവേ. എന്തോ അളിയൻ കുറെ നേരമായിട്ട് കലവറ നിൽപ്പുണ്ട്. അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളകൊടി ഒരു കണ്ണിലെറിയും. നീ പോയി അളിയനെ വിളിച്ചോണ്ടോന്നേ. എന്റെ ഈശ്വരൻ, അങ്ങനത്തെ ഒരു കാര്യം. നിങ്ങളെല്ലാരും ഇവിടെ കഥ പറഞ്ഞോണ്ട് നിന്നോട്ടെ. വാ പോ. ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. 9:45 ആയില്ലല്ലോ. 2 മിനിറ്റ് കൂടെ ഉള്ളു. അവിടെ എത്തുമ്പോഴത്തേക്കിനാവും. ചേട്ടൻ വാ. കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ.
പുറത്ത് വെച്ചേ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി? ഇല്ലല്ലേ ചേച്ചി. ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെയാടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരം ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും क्या? मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है। मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिसी तरीके से पाकिस्तान का सीमा को तोड़ता, उसी तरीके से ये घर को और तुझे भी तोड़ता था। देशद्रोही। എന്റെ പൊന്നളിയ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ? കൊച്ചു പിള്ളേരെ പോലെ ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണം. चुप रहो। कौन आड़ा നിന്റെ പിള്ളേരെ? मैं देश का रक्षक കേണൽ ശൈലപ്പ हूं। കഞ്ഞിപ്പുകാരോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കരുത്. ഉള്ളുക്ക പട്ട. है कर्नल साहब, समाधान समाधान। കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. 1 ബ്രെഡും ചിക്കനും, അതിപ്പോ ഇന്നങ്ങ്. 2 കക്കൂസി പോവാൻ 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും ഇങ്ങനെ 3. അത് ഞാൻ റെഡിയാക്കി തരാം, എന്നെ വിശ്വസിക്കാം. ഞാനിവിടെ എൻ്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്കങ്ങനെ ആരോടെ ഒന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടിയത്. അപ്പൊ സാബിരുന്ന് അടിക്കും, നമുക്ക് ലാഭണം. ധന്യവാദം. ഏട്ടിയുടെ കള്ളുകൂടിയും ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ചനും കൂട്ടി അമ്മാൻ്റെ കൂട്ടി പോയി കിടക്കും. കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ? ആ അത് നന്നായി. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ. ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. ആ പിന്നെ അമ്മായി പുരുഷമാമന്റെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുമ്പിള്ളയുടെ നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്കേ, വില കൂടിയതാ, കുറച്ചെടുത്താൽ മതി. അയ്യോ അത് വേണ്ട സാറേ. സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ. അതെ അതെ, മൊത്തം കയറ്റ വന്നു. സൂക്ഷിച്ച് പിടിച്ചോണം. കൊച്ചമ്പ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് കുറയും. ആ കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞു. കൊച്ചനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ പോലെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചാവന കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം എന്റെ അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്ത? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ. എടാ ദുബായ് പട്ടി ചെറ്റ തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ കുഞ്ഞപ്പാ, എന്നതാണത്? പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവൻ. ദുബായ് ചേട്ടന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചില്ലേ അവൻ. കാണിച്ചു കൊടുക്കാൻ ഞാൻ വന്നേ. സാധനം ഇരിപ്പുണ്ടോ? ഇനി ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. സുര ഒറ്റയ്ക്കാണല്ലോ. ഇതെന്താ ഉമ്മാരോടെ നടക്കണം? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ. വേണ്ട,
അല്ല കിടക്കുന്നില്ലേ? റെജിയോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടി കൂടാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. സൂക്ഷിച്ച് കളിച്ചോണം, ഇനി കൈ വന്നോളും. ചേട്ടത്തല്ലേ ഇത് കഷ്ടം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ് ധരിപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. തീർന്നു. മോനൊരു 10 രൂപ തന്നെ. ഒരു പ്രാവശ്യം ചേട്ടാ എനിക്ക് കാശ് തരാൻ പറ്റട്ടെ? കാശില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ. ഞാൻ കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാം. പന്നെ കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മണി കയറി ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പറക്കത്തില്ലാത്ത ആരാണ് സുഖം? ഞാൻ ദുബായ് കുറെ നേരമല്ല തുടങ്ങിയിട്ട്. പോയിക്കിടന്ന് ഉറങ്ങണ. എടാ കാശ് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങാ. എനിക്ക് അഞ്ചുനെ കിടന്നേ നല്ല ആഗ്രഹം ഉണ്ടാകുന്നതാ. ആണോ? എന്നാ വിഷമത്തിൽ ഞാൻ ഇവിടെ മുകളിൽ വെക്കട്ടെ. അതെങ്കിലും നടക്കട്ടെ. കുഞ്ഞപ്പനാ സൂതിനെ കണ്ട? സൂതിന്റെ കൈക്കാരനാ. ഒരു 10 രൂപ വണ്ടിക്കൂലി. വീട്ടിൽ പോയിച്ച് വരാനാ. ഇല്ല ഒന്നുമില്ല. പോടോ. കുഴപ്പമില്ല, കുഞ്ഞപ്പൻ പോയിച്ച് വരാം കേട്ടാ. ഇന്നലെ ഒടുക്കലത്ത് ഒരു ചിക്കൻ കറിയും ബ്രെഡും കഴിക്കുകയും ചെയ്ത്. പിന്നെ പൂട്ടിയുടെ ഇതിനെ തന്നെ ശ്രീധരൻ കൊടുക്കാനുള്ള സ്വർണ്ണവും കൊണ്ടോ വെച്ചേക്കോന്നു. ആർക്കറിയാം, ചിലപ്പോ അതും കാണും. അങ്ങനത്തെ ആളുകളാ. ബുർജ് ഖലീഫ പോലെ 24 hours ഓപ്പണാ, നോൺ സ്റ്റോപ്പ്. അപ്പൊ ഈ പോരട്ട മറ്റവനാണോ ഇത് പൂട്ടിയിട്ടത്? ഇതൊരിക്കലും പൊറുക്കാൻ പറ്റൂല. ഇന്ത്യൻ മിലിറ്ററിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിത്. ആണെന്നേ. അവനല്ലേ ആ സുഗതൻ, അവനായിരിക്കും ഇതിന്റെ ആള്. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞ ഈ കല്യാണം അലമ്പാക്കുമെന്ന്. തൂറാൻ പറ്റിയില്ല, തീർന്നില്ലേ? അവന് സഹോദരവനെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ അവനേക്ക് ആക്ടിങ് കള്ളനാ. സഹോദരനോടാണ് കളി. നിലമ്പൂർ കോവിലത്തെയാന്ന വിചാരം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങോഴി അമ്മ വിളിക്കായിരുന്ന? എൻ്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഞാൻ മാറ്റിത്തരാം.
എന്റെ ഊരാണ് സാർ കേണലിന്റെ കിളി പോയി തുടങ്ങിട്ടാ. സുഗത എടാ ഒന്ന് ഇറങ്ങണം സുഗത. തോക്കിന് ഒരു മാറ്റവും ഇല്ല. രമേശ ഒന്നൊന്ന് സഹായിക്കടാ. സെറ്റാണ് ശാന്തി. അതെല്ലാം പിടിച്ച് വലിക്കരുത്. ശാന്തി അന്വേഷിച്ചിരുന്നു. പറഞ്ഞ സാധനങ്ങളൊക്കെ കുറവാണല്ലോ, ചില സാധനങ്ങൾ ഇല്ല. 5 ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ 1 ആപ്പിളേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ എന്നെ ഉണ്ടാക്കാനാ ഉള്ളത് വെച്ചങ്ങ് ഉണ്ടാക്കിയാൽ മതി. എനിക്ക് തന്നെ. പിന്നെ ഈ ക്യാമറ എടുക്കാനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. നിങ്ങൾ തന്നെ പറഞ്ഞോണം. അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വഭാവം മാറും.